കുറച്ച് ക്യാഷ് കിട്ടുന്ന കാര്യം കുറച്ച് പ്രശ്നങ്ങളായിരിക്കാന്ന്. അതെന്താന്ന് വെച്ചാ ഞങ്ങൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് നമ്പർ ചേഞ്ച് ചെയ്യണം. കവിന്റെ വീടുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് കാശിന്റെ ബുദ്ധിമുട്ടേ അറിഞ്ഞിട്ടു. ഞാൻ ഇപ്പൊ ഇന്നാളൊരു അങ്ങനെ പറയാം, ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും നമ്മൾ കാശ് കിട്ടാണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യം യൂട്യൂബിൽ ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാരുടെ ഇടയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ് ഉപ്പുമുളക് ലൈറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഇവര് യൂട്യൂബിനെ സംബന്ധിച്ച് തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസുകളിലോ അല്ലെങ്കിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോകളിലോ വന്നിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ്. ചെറിയ വയസ്സായ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിക്കുന്നത്, വിദ്യാഭ്യാസം കൊടുക്കാണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ കല്യാണം നടത്തുന്നു, മോളാണെങ്കിൽ ഒളിച്ചോടുന്നു, മോൾക്കെതിരെ വീഡിയോ ഇടുന്നു, പിന്നെ മോളുമായി ഒന്നാവുന്നു, പിന്നെ രണ്ടാമത്തെ മോളുടെ കല്യാണം നടത്താൻ നോക്കുന്നു, അത് പിന്നെ രണ്ടാമത്തെ മോൾ ഒളിച്ചോടുന്നു, പിന്നെ അതിൻ്റെ കരച്ചില് വീഡിയോസ്, ഇങ്ങനെ റിയാക്ഷൻ വീഡിയോകളുടെയോ അല്ലെങ്കിൽ കണ്ടന്റുകളുടെയോ ഒരു ചാകരയായി നിന്നൊരു ഫാമിലി ആയിരുന്നു. അപ്പം ഇവരുമായി ബന്ധപ്പെട്ടിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരുടെ പേരെടുത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ടു ഓൾ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ ഇവരുടെ ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ ആകെ പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ഫാമിലിയിൽ പേഴ്സണലി നടക്കുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് യൂട്യൂബിൽ വന്ന് പറയാണ്ട് നിൽക്കുക. ഇപ്പം ഞാൻ സിമ്പിൾ ഉദാഹരണം പറയട്ടെ. ഞാൻ റീസെൻ്റ്ലി ഇട്ട 2-3 വീഡിയോൻ്റെ താഴെ എനിക്ക് പൂരം ചീത്തവിളിയാണ്. എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. എന്തൊക്കെയൊക്കെയോ എന്ന് വെച്ചാൽ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ഒരു കമൻറ്റും റിയാക്ട് ചെയ്യാനോ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനോ ഒരു കമൻറ്റ് ശ്രദ്ധിക്കാനോ ഞാൻ നിന്നിട്ടില്ല. ഞാൻ റെയർലിയെ കമൻറ്റ് സൈഡ് നോക്കൽ കൂടിയുള്ളൂ. നിനക്കെന്താ ജോലി, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ച ആളുണ്ട്. ഞാൻ അതാ ഇന്ന് രാവിലെ 7:45 പോയിട്ട് ഇപ്പോൾ ഇതാ പണി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂസ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. എനിക്ക് കിട്ടുന്ന റവന്യൂ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ടാണ്. ഞാൻ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള 4 കൊല്ലമായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും എനിക്ക് ജോലിയില്ല, എനിക്ക് വെറും ഇതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പറയണമെങ്കിലേ ഞാൻ പറയൂ. എന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചോദിച്ചാലും നിനക്ക് പണിയില്ല അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യമുള്ളതിന് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കൂ. ഇതേ അഭിപ്രായമായിരുന്നു, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നമ്മളെ ചുറ്റുള്ള ആൾക്കാർ നമ്മളെ പറ്റി പലതും പറയും. പറയേണ്ട കാര്യങ്ങൾ പറയാം, പറയേണ്ടാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ചെവി കൊടുക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ അത് ഇവർ ചോദിച്ചതിൻ്റെ പുറത്താന്ന് കരുതി നിങ്ങളുടെ കുടുംബത്തിലെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ യൂട്യൂബിൽ വന്ന് വാരി വലിച്ച് പറയരുത് എന്നൊരു ഒപ്പീനിയൻ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ ഈ പേഴ്സണൽ കാര്യങ്ങൾ യൂട്യൂബിൽ വന്ന് പറയുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അധികം നമ്മൾ കാണുന്നില്ല. അങ്ങനെ അവരവരുടെ മോളുടെ ജീവിതവും അമ്മയുടെ ജീവിതവുമായിട്ട് പോവുകയാണ്. പക്ഷേ റീസെൻ്റ്ലി മകള് ഒരു കണ്ടന്റ് ചെയ്ത സമയത്ത് അതിനെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പറ്റി സംസാരിച്ചു കൊണ്ടോ അമ്മയുടെ ഒരു വീഡിയോ വന്നു. ഒരു ഇൻഡയറക്ട്ലി ഒരു ചെറിയ രീതിയിൽ ഒരു കുഞ്ഞ് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പോലെയോ അല്ലെങ്കിൽ അവരെന്തോ പറഞ്ഞോട്ടെ അവരവരുടെ ജീവിതമായി പോയി എന്ന് കരുതി വിട്ട് കളയുന്നതിന് പകരം ഒന്നിടയിൽ കൂടെ കയറിയ ഒരു ഇത്. അപ്പം നമുക്ക് അതെന്താന്ന് നോക്കാം. വർക്ക് കഴിഞ്ഞ് വന്നുകൊണ്ട് ഇച്ചിരി സൗണ്ട് കുറച്ച് ഡൗൺ ആണ്, അതാണ് ഇടയ്ക്കിടയ്ക്ക്. അത് നമുക്ക് ഇവരുടെ മോള് കുഞ്ഞന്റെ വീഡിയോ എന്താന്ന് നോക്കാം. പക്ഷെ 2 നമ്പർ തെറ്റി, 2 നമ്പറുകൾ മാറിപ്പോയി. അതാണല്ലോ 2 നമ്പർ മാറിപ്പോയി. അപ്പൊ നമ്മള് പേയ്മെന്റ് 21 തൊട്ട് 27 ദിവസം 27-ാം തീയതി വരെ നമുക്ക് വരുമല്ലോ. പക്ഷെ ഞങ്ങൾ അത്രയും ദിവസം അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ബാങ്കിലേക്ക് വിളിച്ചു ചോദിക്കും പിന്നെ പേയ്മെന്റ് വരെ വന്നിട്ടുണ്ടോ. അതിന് 27-ാം തീയതി ഇപ്പോഴും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ ആക്സൻസിൽ ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ അപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ ബാങ്ക് നമ്പർ തന്നെയാണ് ലാസ്റ്റ് അതെന്ന് നമ്മള്. പക്ഷെ അത് പിന്നീട് സംശയം വന്ന് നോക്കിയപ്പോ നമ്മുടെ അല്ല. അപ്പൊ ഞങ്ങള് ആകെ ടെൻഷനായി ബാങ്കിൽ പോയപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇപ്പൊ ഇല്ലാന്നാണ് പറഞ്ഞത് ആദ്യം. ഇത്രയേ ഉള്ളൂ. ഇവർ മാരേജ് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലാണ്. അപ്പോൾ മന്ത്ലി ആണ് ഇവർക്ക് ഇതിൽ നിന്ന് റവന്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ പറയുന്നുണ്ട്, അല്ലെ വീഡിയോയിൽ കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തത് തെറ്റായിപ്പോയി. അങ്ങനെ ഒരു മാസം ഇവർക്ക് റവന്യൂ കിട്ടിയില്ല. റവന്യൂ കിട്ടാണ്ട് വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്.
സത്യമാണ്. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് എത്രയൊക്കെ ആണെങ്കിലും എന്തൊക്കെ പലർക്കും പല റീസൺസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഫാക്ടറാണ് പൈസ കിട്ടുക എന്നുള്ളത്. ഇപ്പം പൈസ ഇത്രത്തോളം വീഡിയോസ് ഇട്ട് അതിന് റീച്ച് കിട്ടി ഇത്ര ഒരു പൈസ കിട്ടണം എന്നൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് പൈസ കിട്ടാണ്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആർക്കായാലും ടെൻഷൻ ഉണ്ടാവും. ആൻഡ് ഇപ്പോൾ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് മാറിപ്പോകുന്ന സമയത്ത് അത്യാവശ്യം ഈ ഫോണിനെ കുറിച്ച് അറിയാത്ത ചില വ്യക്തികളാണെങ്കിൽ ചെറിയ കാര്യം കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവർക്ക് ഈ ടെൻഷൻ വരും. അപ്പം അതാണ് ഈ ആളുടെ യൂട്യൂബ് വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ചാനലിൽ കൂടെ വന്ന് പറഞ്ഞത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നോക്കി പറഞ്ഞു ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തു, അപ്പൊ പോണില്ല. അപ്പൊ എന്താ വെച്ചാ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ തെറ്റായോണ്ട് അവര് അത് ഇട്ട് കൊടുത്തിട്ടില്ല ബാങ്കിലേക്ക്. അപ്പൊ അവര് പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോവും, റിട്ടേൺ പോയിട്ട് അത് നിങ്ങൾക്ക് റിട്ടേൺ പോകുന്ന പറഞ്ഞു. റിട്ടേൺ പോവാണെന്ന് കാണല്ലേ, എന്താ വെച്ചാ ബാങ്ക് അവധി. ആ സമയത്താണെങ്കിലോ ഫുള്ള് ബാങ്ക് അവധി, 4-5 ദിവസമൊക്കെ ബാങ്ക് അവധി. നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും പറയുന്നത് ഇത്ര വർക്കിംഗ് ഡേയ്സ് ആകെ ടെൻഷനായി. അതായത് നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്തൊരു എമൗണ്ട്. ഈ വീഡിയോന്റെ ബാക്കി അവരവരുടേതായ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത്. കാരണം ഇൻകം കിട്ടിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ കല്യാണം അത്യാവശ്യം ഗംഭീരമായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പൊ അതിന് കുറെ ചെലവും കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ ഒന്ന് തീർക്കണം, മീൻസ് ഇതിന്റെ പൈസ കൊണ്ട് അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇത്രയും ടിപ്പിക്കലായി പറഞ്ഞാൽ ഈ ഇൻകം നോക്കി നിന്ന സമയത്ത് പെട്ടെന്ന് കിട്ടാണ്ട് വന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു ടെൻഷനാണ് അവർ പറഞ്ഞത്. പക്ഷെ പോകെ കുറച്ച് ദിവസം കൊണ്ട് അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ കഴിഞ്ഞ മാസത്തെ ഇൻകം കൂടെ ചേർത്ത് നെക്സ്റ്റ് മന്ത് അവർക്ക് എന്ത് ചെയ്തു, ആ പേയ്മെന്റ് കിട്ടി. അവർ ജസ്റ്റ് യൂട്യൂബിൽ വന്ന് ഷെയർ അപ്പ് ചെയ്ത് അവരുടെ ഒരു സ്റ്റോറിയാണ്. അതിനിപ്പോൾ ഇത്ര പറയാനൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബ് എക്സ്പീരിയൻസ് ഒരാൾ പറയും, അറ്റ്ലീസ്റ്റ് ബിഗിനർ ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് യൂസ്ഫുള്ളാണ്. അപ്പം അവർ ഇനി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കിയും കണ്ടു ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ രീതിയിലൊക്കെ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്ളോഗ് മാത്രമാണ് ഈ നന്ദന അനിൽകുമാർ എന്ന് പറയുന്ന ആൾ പറഞ്ഞത്. ഇതിലൊന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ആളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. അതിനുശേഷമാണ് ആളുടെ അമ്മ ഈ വീഡിയോ ആയിട്ട് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ കണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ അമ്മയുടെ ഇമോഷൻ ഞാൻ 100% റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം വളർത്തിക്കൊണ്ട് വന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ ആരെങ്കിലും ഒരാൾ താല്പര്യമില്ലാണ്ട് അല്ലെങ്കിൽ വീട്ടുകാരെ പെർമിഷൻ ഇല്ലാണ്ട് ഒളിച്ചോടി പോകുന്ന സമയത്ത് ഒരമ്മയും അച്ഛനും അനുഭവിക്കുന്ന വിഷമം വളരെ വലുതാണ്. എനിക്കത് മനസ്സിലാവും, നല്ല രീതിയിൽ മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ ഭാഗത്തും കുറേ തെറ്റുണ്ട്. 19-20 വയസ്സായൊരു പെൺകുട്ടിയാണ്. ഇത്ര നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു ടീനേജ് പ്രായം, ഒരു 19, 20, 21, 22 വയസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കല്യാണത്തിനോടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനോടോ ഒക്കെ താല്പര്യം തോന്നുന്ന ഒരു പ്രായമാണ്. അപ്പം ആ സമയത്ത് ഈ കുട്ടീനോട് പഠിക്കണോ പഠിക്കണ്ട എന്ന് ചിലപ്പോൾ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയണം പഠിക്കണം, പഠിച്ചൊരു ജോലി നേടണം. ഇനി പഠിക്കാനാണ് പറ്റാത്തതെങ്കിൽ ടൈലറിങ് കോഴ്സ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ് അല്ലെ കടകളിൽ കൊണ്ടുപോവുക. അങ്ങനെ ജീവിതം എന്താന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് കൊണ്ടുപോകണം. ഇനിയിപ്പോൾ കല്യാണം നിങ്ങൾ തന്നെ ഉറപ്പിച്ച ചെക്കനാണ്, നിങ്ങൾ ഈ കല്യാണം ഉറപ്പിച്ച് എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം പെണ്ണും ചെക്കനെയും കാണാനും കറങ്ങാൻ കൊണ്ടുപോകാനും അല്ലെങ്കിൽ കോണ്ടാക്റ്റ് കൊടുക്കാനൊക്കെ. ഇത് കല്യാണം സെറ്റായപ്പോഴേക്ക് ഇവരെ അമ്പലത്തിലോട്ട് വിളിക്കുന്നു, കറങ്ങാൻ വിടുന്നു, എല്ലാം ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞ് പിന്നെ ചെക്കൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനും പറ്റൂല. അവരതിൻ്റെ ഇടയിൽ സംസാരിച്ചു, അവർ ഒരുപാട് അടുത്തു, പിന്നെ സമ്മതിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി പോയി. എന്തൊക്കെയാണെങ്കിലും ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സ്ഥിതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാത്തത് ഇതിലൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഇതൊരു കല്യാണം കഴിക്കേണ്ട പ്രായമല്ല. അപ്പം അങ്ങനെ ഒരു തോട്ടും ആഗ്രഹവും ഒക്കെ കൊടുത്ത് ഒരു പ്രതീക്ഷയും കൊടുത്ത് ലാസ്റ്റ് പറ്റില്ല എന്ന് പറയുന്ന സമയത്തായിരിക്കാം ആൾ പോയിട്ടുള്ളത്. പോയാലും പോയില്ലെങ്കിലും അവരിപ്പോൾ നല്ലൊരു ജീവിതത്തിൽ പോകുന്നുണ്ട്. ഞാൻ അത്യാവശ്യം വീഡിയോ കണ്ടത് വെച്ചിട്ട് ആ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്, നന്നായി കല്യാണം കഴിച്ചു. അവരൊരു പരാതിക്കോ പരിഭവത്തിനോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഇടലോ സംസാരിക്കലോ ഒന്നിനുമില്ല, അവരവരുടെ ജീവിതമായിട്ട് പോവാണ്. അപ്പം നമ്മൾ പിന്നെ വെറുതെ എന്തിനാണ് അവരിടുന്ന വീഡിയോസോ കണ്ടന്റോ നോക്കിയിട്ട് അവരെ കുറ്റം പറയാനും അവരെ കളിയാക്കാനും പരിഹസിക്കാനും നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് പോവുക, അവരവരുടെ ജീവിതമായിട്ട് പോവുക. ഒന്നില്ലെങ്കിലും നമ്മുടെ മക്കളല്ലേ, അല്ലെ നിങ്ങളുടെ മക്കളല്ലേ, അവരെ പറ്റി ഇങ്ങനെ വന്നിങ്ങനെ പറയുന്ന സമയത്ത് എന്താ കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ഈ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നോക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി
പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ, എന്തോരം കുറ്റവാക്കുകൾ ഞാൻ യൂട്യൂബിലൂടെ കേട്ടിട്ടുണ്ടെന്ന് എത്ര. പക്ഷേ കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളും ഒന്നും ആവാണ്ട് ഇനിയിപ്പോൾ പൊന്നു ഷേപ്പിന്നാൽ അവർ ഒറ്റയ്ക്കായിരുന്നു ജീവിതത്തിന്. കല്യാണം ഇപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വിഷമം. അപ്പൊ ആ ഒരാളുമായി കാശ് കിട്ടാണ്ട് അത്രക്ക് ഉരുകി ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിട്ടാ. അല്ല, നിങ്ങളിപ്പം ഞെട്ടേണ്ട ആവശ്യം എന്താ? എനിക്കതാ മനസ്സിലാവാത്ത. നിങ്ങൾ അന്ന് തന്നെ പറഞ്ഞു എൻ്റെ മോളുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചു, അവൾ അവളുടെ ജീവിതമായിട്ട് പോട്ടെ, ഇനി ഞാൻ ഒന്നിനുമില്ലാതെ പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇതൊക്കെ കണ്ട് ഞെട്ടി പരിഹസിച്ച് ഇതിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യം? നിങ്ങളിത് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവർ കാണും. ഇനി അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ അവർ വീണ്ടും ഒരു വീഡിയോ വന്ന് സംസാരിക്കാനാണോ, തിരിച്ച് നിങ്ങൾക്ക് വീണ്ടും എതിർത്ത് പറഞ്ഞ് സംസാരിക്കാനാണോ? ഇതിൻ്റെ ആവശ്യമേ ഇല്ല. പൈസയുടെ വില എന്താന്നുള്ളത് നിങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. ഇപ്പോൾ പൈസ കിട്ടാണ്ട് വരുന്ന സമയത്ത് അവർ ബുദ്ധിമുട്ട് കാണിച്ചോട്ടെ. അവർ ബുദ്ധിമുട്ടാന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ വരാനോ നിങ്ങളോട് പൈസ ചോദിക്കാനോ ഒന്നിനും നിൽക്കില്ലല്ലോ. അവരവരുടെ ജീവിതമായിട്ട് പോയില്ലേ. പിന്നെ എന്തിനു ഇല്ലാത്ത കോൺട്രവേഴ്സീസ് ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുന്നേ? എല്ലാ അച്ഛനും അമ്മയും മക്കളെ കഷ്ടപ്പെട്ട് തന്നെയാണ് നോക്കുന്നത്, അധ്വാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, തീരെ പൈസ അല്ലാണ്ട്. ഇപ്പം നിങ്ങൾ മാത്രമല്ല, നിങ്ങളെക്കാളും താഴ്ന്ന് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, എത്ര മക്കളെ വളർത്തി കൊണ്ടുവരുന്നവരുണ്ട്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. വിഷമത്തിൻ്റെ പുറത്താണ് എന്നറിയാം. പക്ഷെ നിങ്ങളുടെ വിഷമം നിങ്ങളുടെ ഉള്ളിൽ വെച്ചാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങളിത് കേട്ടപ്പോഴുള്ള സങ്കടത്തിൻ്റെ പുറത്ത് വിങ്ങി പറയുന്ന ഒരു ഇമോഷൻ ആയിരിക്കും ഇത്, എനിക്ക് തോന്നുന്നു, ആയിരിക്കാം. പക്ഷേ ആരാ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം അവരവരുടെ പ്രശ്നങ്ങളായി പോകുന്ന സമയത്ത് ഇല്ലാത്ത സമയം വെറുതെ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഒരു കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയേ കാണൂ. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഇങ്ങനെ പെൺകുട്ടികൾക്കുള്ള ഉപദേശമാണ് തരുന്നത്. ചെറിയ ഉപദേശമായിരിക്കും. നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രത്തോളം വലുതാണ്. ഇത്രയും വർഷം ഈ വീട്ടിൽ ജീവിച്ചിട്ട് ഒരാൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും കാശിന് വേണ്ടി ഞാനും എൻ്റെ അനുവേട്ടനും ഉരുകി തീർന്നുണ്ട്. ഇപ്പോൾ ഈ 2 ദിവസം മുന്നേ അടക്കം കാശിന് വേണ്ടി ഞാനും എൻ്റെ അനുവേട്ടനും ഉരുകിയുണ്ട്. ഇപ്പോഴും ഉരുകാനുള്ള കാര്യങ്ങളോട് ഇരിക്കുന്ന ആൾക്കാരാണ്. ഒളിച്ചോടി പോകുന്നവർ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരനുഭവിച്ചോളും. അത് അനുഭവിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ് അവരിറങ്ങിപ്പോകുന്നത്. പിന്നെ വെറുതെ നമ്മളോട് കിടന്ന് ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ പണ്ടാണ് ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞ്, ഇന്ന് അതൊക്കെ മാറി. എൻ്റെ അറിവിൽ പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ കല്യാണം തന്നെ ഉണ്ടാവുമോ എന്നറിയില്ല. ലിവിങ് ടുഗദർ ആവാനും ഇതിനൊക്കെ മാറ്റങ്ങൾ വരികയാണ്. വളരെയധികം ചേഞ്ചസ് ഈ വേൾഡിൽ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊന്നും, ഈ ഉപദേശങ്ങളൊന്നും ആരും സ്വീകരിക്കില്ല. മനസ്സിലാക്കുക, നമ്മൾ ഉപദേശിച്ചിട്ട് കാര്യമല്ല. അവരുടെ കൂടെ നിന്ന് അവരുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വേൾഡിന് വേണ്ടത്. ഉപദേശമൊക്കെ കഴിഞ്ഞു, അതൊക്കെ കേൾക്കുന്ന ഇതൊക്കെ അങ്ങ് തീർന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കട്ടെ. എന്തായാലും, നിങ്ങൾ കുഞ്ഞൻ ഒളിച്ചോടുന്നതിന് മുന്നേ വീഡിയോയിൽ വന്ന് വെഡ്ഡിങ് നടത്താൻ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സഹതാപത്തിന് കിട്ടാൻ വേണ്ടി അല്ലായിരുന്നു അത്? അങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല, അത് സത്യമായിരുന്നു എന്ന്. പിന്നെ അവൾ പോയി സെയിം വീക്ക് നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു അതും ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു, അല്ലാതെ അവൾ പോയത് കൊണ്ട് അല്ല എന്ന്. അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്നാൽ അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അല്ലേ? കല്യാണം നടത്തി കൊടുക്കാൻ ക്യാഷ് ഇല്ല അല്ലേ? ഇതൊക്കെയാണ് കുട്ടി എഴുതിക്കുന്നത്. കുട്ടിയാണോ എന്താണോ അറിയാം. ഇവിടെ അമ്മയുടെ ഒരു എന്താ പറയാ, ദേഷ്യോ വാശിയോ പുച്ഛോ എന്ത് ഇമോഷനാണ് ഞാനിവിടെ കണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആലോചിക്കും, ചിലപ്പോൾ അമ്മയുടെ വിഷമം കൊണ്ടായിരിക്കും, സങ്കടം കൊണ്ടായിരിക്കും പറയുന്നതെന്ന്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബാക്കി വീഡിയോൻ്റെ ബാക്കി കാണണമെങ്കിൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ പേജ് പോയി നോക്കി, അല്ലെങ്കിൽ ആ ഒരു ചാനൽ പോയി നോക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻ 100% ശരിയാണ്, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട്, വിഷമം ഉണ്ടായിട്ടുണ്ട്, ഒക്കെ എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പണായി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ?
ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം എല്ലാ പ്രശ്നങ്ങളും തീർന്ന് രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി സംസാരിച്ചതുപോലെയാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി തോന്നിയത്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്തത്. എനിക്കൊരിക്കലും അവർ പറഞ്ഞ വീഡിയോസിൽ ഓരോ ഭാഗങ്ങളും മുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിച്ച് ഞാൻ പറയല്ല. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡിലോട്ട് പോകും. അവർക്ക് നിങ്ങളോട് താല്പര്യമോ നിങ്ങളോട് ഇഷ്ടമോ അല്ലെ നിങ്ങളെ പുറകെ വരുമോ നോക്കുമോ ഒന്നിനും അവരില്ല. അവരവരുടെ കാര്യങ്ങളുമായിട്ട് അവരവരുടെ ജീവിതങ്ങളുമായിട്ട് അവർ പോവുകയാണ്. അവർ വേറെ ലൈഫ് തന്നെയാണ്. ചിലപ്പോൾ അത് ലൈഫ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, പ്രശ്നങ്ങൾ അനുഭവിക്കാം. ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാൻ എന്തു സംഭവിക്കാം. പക്ഷേ വെറുതെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഇപ്പോൾ ഒരു ലാസ്റ്റുള്ള വീഡിയോയിലുള്ള ഒരു ഇതൊക്കെ എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ മക്കളല്ലേ, അവർക്ക് എന്തൊക്കെയോ കാരണത്താൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച ചെക്കൻ്റെ കൂടെയാണ് പോയത്. അല്ലാണ്ട് പുതിയതായ ഒരു ചെക്കനെ കണ്ടുപിടിച്ചിട്ട് ഓടിപ്പോയതൊന്നുമല്ല, നിങ്ങളായി കണ്ടുപിടിച്ച ചെക്കനാണ്. ലാസ്റ്റ് നിങ്ങൾ കല്യാണം നടത്തി തരില്ല എന്നൊരു തോട്ട് വന്ന സമയത്ത് അവർ വിളിച്ചോടി. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മെയ്യിൽ കല്യാണം നടക്കാൻ നിൽക്കെ ഒരു 2 മാസം മുമ്പ് ഒരു പെണ്ണ് ഒളിച്ചോടി പോകണമെങ്കിൽ അതിനർത്ഥം എന്താ? ആ ചെക്കനോട് ഒളിച്ചോടി പോകണമെങ്കിൽ ആ കല്യാണം വീട്ടുകാർ നടത്താൻ തയ്യാറല്ല എന്ന്. അത്ര ആലോചിച്ചാൽ നിങ്ങൾ കണ്ടുപിടിച്ച ചെക്കനെ കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലാണ്ട് വന്ന സമയത്ത് അവർ പോയി. പിന്നെ എന്തിനാ വെറുതെ അവരുടെ ജീവിതത്തിൽ കയറി ഇങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കുന്നതും പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ ആവശ്യം. നിങ്ങൾക്ക് ഇടാൻ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, നിങ്ങളുടെ വ്ളോഗ് കാണുന്നുണ്ട്. ഈവൻ ഞാൻ നിങ്ങളുടെ വ്ളോഗ്സൊക്കെ കാണലുണ്ട്. എനിക്കിഷ്ടമാണ് നിങ്ങളുടെ വ്ളോഗ്സ്, കാര്യങ്ങൾ, കുണിക്കുമോളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. ആളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, എസ്പെഷ്യലി നിങ്ങളുടെ സാരി, മേക്കപ്പ്, ലിപ്സ്റ്റിക്ക്, നിങ്ങൾ കുപ്പിവെള്ളം ഇടുന്നതൊക്കെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറേ അടിപൊളി വ്ളോഗ് ഉണ്ടാക്കാം. 2 മക്കളുണ്ട്, മൂത്ത മോളുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ ഹാപ്പി ആയി പോയിക്കോളൂ. ഹാപ്പി ആയിട്ടുള്ള നല്ല സന്തോഷമുള്ള വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇടും. എന്തിനാ വെറുതെ ഇങ്ങനത്തേലൊക്കെ പോയി വെറുതെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവരെന്തോ ആയിക്കോട്ടെ, ജീവിതം എന്തായിക്കോട്ടെ, വെറുതെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത് കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇല്ലാത്ത സ്ഥലത്ത് കുത്തിക്കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അമ്മമാരുടെ വിഷമാണ്, സങ്കടമാണ്, അതിങ്ങനെ കൂടി വരികയുള്ളൂ. പക്ഷെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ സങ്കടം ഒന്നും അല്ലാണ്ടാക്കരുത്. ഓക്കെ, സോ അത്രേ പറയാനുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.